പോലും നോവിക്കരുതെന്ന് ആഹ്വാനം നൽകിയ ശ്രീനാരായണ ഗുരു സ്നേഹമാണ് ഏറ്റവും പരമമായി മനുഷ്യന് ഉണ്ടാകേണ്ടത് എന്നും സ്നേഹത്തിൽ നിന്ന് ഉളവാകുന്ന അനുകമ്പയോടെ സഹോദരങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കണമെന്നും തന്റെ കവിതയിലൂടെ വ്യക്തമാക്കുന്നു. എന്നാൽ നാം ഇന്ന് വികസനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോവുകയാണ്. വികസനം ആവശ്യമാണ്. എന്നാൽ വികസനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട മൂല്യങ്ങളുടെ വില. സ്നേഹം, കരുണ, അനുകമ്പ എന്നീ മൂല്യങ്ങളാണ് എത്ര ഉയർച്ചയിലെത്തിയാലും മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത്. നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ അനുകമ്പയോടെ, കരുണയോടെ പരസ്പരം ഇടപെടുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ അനുകമ്പയുടെ കരങ്ങൾ എന്ന ഞങ്ങളുടെ ഈ കൊച്ചു നാടകത്തിലേക്ക് ക്ഷണിക്കുന്നു. രംഗം 1, അമ്മുവിന്റെയും അച്ചുവിന്റെയും വീട്. ജീപ്പ് വെള്ളം, താറാവെള്ളം, താറാമക്കളുടെ കയ്യിലൊരു ബാങ്ക്. ഞാൻ ഇന്നലെ തോപ്പിക്കാൻ എനിക്ക് കളിക്കണ്ട, എനിക്ക് വിശക്കണോ? എനിക്ക് വിശക്കുണ്ട്. ശരി, എന്നാ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പോയി നോക്കാം. അയ്യോ, നമ്മൾ എപ്പോഴും എവിടുന്നല്ലേ കഴിക്കാറുള്ളത്? നീ കളിക്കല്ലേ, നമുക്ക് കഴിക്കാം. നമുക്ക് സീരയുടെ വീട്ടിൽ പോയി കഴിക്കാലോ? ഓക്കെ, ബാ. നല്ല സാധുണ്ട്. ഇതെനിക്കും കൂടി കുറച്ച് തരുമോ അമ്മ? നമുക്കിത് അമ്മയ്ക്ക് കൊടുക്കണം. വേണ്ട വേണ്ട, അമ്മയെല്ലാം നമ്മളെ വഴക്ക് പറയും. ശരിയാ മക്കളെ, അത് കഴിക്കാൻ തരുമോ? ഇല്ല, വിശന്നിട്ട് വരാം. അപ്പൊ ഇത് ഞങ്ങളുടെയാ. കുറെ ദിവസമായി കഴിച്ചിട്ട്. ഇല്ല, ഞങ്ങളുടെയാ, തരില്ല. അച്ഛൻ തന്നാ മതി. അയ്യോ, നമുക്ക് ഇവിടുന്ന് പോവാം. രംഗം 2, ചായക്കട. കഴിക്കാനുള്ളത് വേണോ? ചേട്ടാ, ഒരു ചായ. പരിപാടി കൂടിയേ. എന്തൊക്കെയുണ്ട് വാർത്തകൾ? കുറെ വെട്ടുമുട്ട് ആക്സിഡൻസ് തന്നെ. എല്ലാവർക്കും ഇല്ല. അതെ അതെ, ഒരു മാറ്റമില്ല. അതെ, കഴിക്കാനൊക്കെ തരാം. കയ്യിൽ വല്ലതുണ്ടോ? ഓ, നാശം പിടിക്കാൻ കാലം തന്നെ ഇറങ്ങിക്കോളും. ബാക്കിയുള്ളവരെ മെനക്കെടുത്താൻ ഞാനിവിടെ അന്നദാനം നടത്തുന്നില്ല. കടന്നു പോ. വലുതും തരുമോ? വിശന്നിട്ട് വരിക.
നമ്മുടെ സഹജീവികളോട് അനുകമ്പയും കരുണയും ഉണ്ടെങ്കിലേ ഈ ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല സാമൂഹിക പ്രശ്നങ്ങളുടെയും മുഖ്യ കാരണം സഹജീവികളോടുള്ള അനുകമ്പയില്ലായ്മയാണ്. ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാൻ സാധിച്ചാൽ ഈ ലോകം കുറച്ചുകൂടി നമുക്ക് മനോഹരമാക്കാം. മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കാൻ തുടങ്ങുന്നിടത്താണ് മാറ്റം ആരംഭിക്കുന്നത്. പരസ്പരം അനുകമ്പയോടെ പെരുമാറുവാൻ നമുക്ക് സാധിക്കണം. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ചിന്തയോടെ സമൂഹത്തിന്റെ മാറ്റത്തിനായി പ്രവർത്തിച്ച ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള അനേകം സാമൂഹിക വക്താക്കൾ നമുക്ക് നൽകുന്ന സന്ദേശം ഇത് തന്നെയാണ്. മനുഷ്യന്റെ ചിന്താധാരണയും സാങ്കേതിക വിദ്യയും വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാം ഒരു കാര്യം മറക്കാതിരിക്കണം. പരസ്പരം നാം കാണിക്കേണ്ട ഔദാര്യത്തിൻ്റെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും അളവുകോൽ കുറഞ്ഞു പോകാതിരിക്കാൻ. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എൻ്റെയും മറ്റുള്ളവരുടെയും നന്മ നിറഞ്ഞ ജീവിതത്തിനായി ഒരൽപ്പം കരുണയോടെയും അനുകമ്പയോടെയും മറ്റുള്ളവരോട് ഇടപഴകുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് മറക്കാതിരിക്കാം അനുകമ്പ മനുഷ്യ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന്. അനുകമ്പയോടെ നമ്മുടെ കൂടെ ആയിരിക്കുന്നവരോട് ഇടപഴകുവാൻ നമുക്ക് സാധിക്കട്ടെ. നന്ദി. വിമല കോളേജ് സ്റ്റുഡൻസിനെ ഈ ഒരു ഹ്രസ്വ നാടകത്തിന് സഹായിച്ചിരിക്കുന്നത് അവരുടെ അസിസ്റ്റന്റ് പ്രൊഫസറായ ലിംസ് തോമസ് ആണ്. ലിംസ് തോമസിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കും. എൻ്റെ പേര് അഖില, MSW സെക്കൻഡ് ഇയർ. എൻ്റെ പേര് അനീന, MSW സെക്കൻഡ് ഇയർ. എൻ്റെ പേര് അഞ്ജന, MSW സെക്കൻഡ് ഇയർ. ഞാൻ അശ്വതി, MSW സെക്കൻഡ് ഇയർ. എൻ്റെ പേര് അഞ്ജന, ഞാൻ MSW സെക്കൻഡ് ഇയർ. എൻ്റെ പേര് നിത്യ, MSW സെക്കൻഡ് ഇയർ. എൻ്റെ പേര് മന്യ, MSW സെക്കൻഡ് ഇയർ. എൻ്റെ പേര് സിന്ത്യ, MSW സെക്കൻഡ് ഇയർ. എൻ്റെ പേര് അനക സുധീഷ്, സെക്കൻഡ് ഇയർ MSW. എൻ്റെ പേര് നെഫില സെബാസ്റ്റ്യൻ, MSW സെക്കൻഡ് ഇയർ. എൻ്റെ പേര് അനന, MSW സെക്കൻഡ് ഇയർ. എൻ്റെ പേര് അന്ന, MSW സെക്കൻഡ് ഇയർ. എൻ്റെ പേര് അനീന കുര്യാക്കോസ്, MSW സെക്കൻഡ് ഇയർ. എൻ്റെ പേര് ലക്ഷ്മി, MSW സെക്കൻഡ് ഇയർ. എൻ്റെ പേര് റിയ, MSW സെക്കൻഡ് ഇയർ. എൻ്റെ പേര് കീഴേപ്പാൽ പ്രസീത, ഞാൻ MSW ഫൈനൽ ഇയർ. എല്ലാവർക്കും നമസ്കാരം. 2 വാക്ക് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ കുട്ടികൾ തന്നെ എഴുതി, കുട്ടികൾ തന്നെ പരിശീലിച്ച്, കുട്ടികൾ തന്നെ കറക്റ്റ് ചെയ്തൊരു ഹ്രസ്വ നാടകമാണിത്. 2 ദിവസമാണ് ഇത് പ്രാക്ടീസ് ചെയ്യാൻ എഴുതാനായിട്ട് എടുത്തത്. അപ്പം ഓരോ സീനുകൾ പറയും, നമ്മൾ സീനുകൾ മാത്രം പറയും, ഒരു മെയിൻ തീം മാത്രം പറഞ്ഞു. ബാക്കിയെല്ലാം ചെയ്തത് ഈ 19 കുട്ടികളും കൂടി ചേർന്നിട്ടാണ്. ഇതിലും 2 പേർക്ക് ഇന്ന് രാവിലെ പനിയും തലവേദനയായിട്ട് വരാൻ പറ്റിയിട്ടില്ല. ബാക്കി അപ്പം അതും അവർ പ്രാക്ടീസ് ചെയ്ത് മാനേജ് ചെയ്തു. എല്ലാ ക്രെഡിറ്റും പോകുന്നത് ഈ കുട്ടികൾക്ക് തന്നെയാണ്. ഇവരുടെ കഴിവും സമയവുമാണ് ഇത് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ പ്രത്യേകിച്ച് ഈ 19 കുട്ടികൾക്കും എൻ്റെ പ്രിയപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനും ഇത് കണ്ട് ആസ്വദിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു.